ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 14 ചൊവ്വ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ സമറിയക്കാരിയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാര് വന്നിട്ട് അവനോട് പറയുക, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. ഈശോ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ശിഷ്യന്മാർ ആരും ഭക്ഷണം കൊടുത്തിട്ടില്ല. പക്ഷെ ഈശോ പറയും, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണമുണ്ട്. ശിഷ്യന്മാർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ആരെങ്കിലും അവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈശോ ക്ലിയർ ആയിട്ട് പറയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കിയതുമാണ് എൻ്റെ ഭക്ഷണം. നമുക്കറിയാം, ഭക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത്ര അത്യാവശ്യമുള്ള ഭക്ഷണമില്ലാതെ നിലനിൽപ്പില്ല. ഈ നിലനിൽപ്പിന് ഒരു മനുഷ്യൻ എന്തിനെയാണ് ആശ്രയിക്കുക, അത്രത്തോളം നിലനിൽപ്പിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈശോ പറയുക, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കണം, അവന്റെ ജോലി പൂർത്തിയാക്കണം. ദൈവത്തിന്റെ ഹിതത്തിനും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്കും ഈശോ കൊടുക്കുന്ന ഒരു വില, ദൈവപിതാവിന് ഈശോ കൊടുത്ത വില. അതാ ഈശോ അവസാനം പറയുക, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവ് ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ കടന്നു പോവാം. സുഹൃത്ത്, ഇന്ന് നിനക്കൊന്ന് ചിന്തിക്കാവോ, ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്? ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരുപിടി കാര്യങ്ങളുണ്ടാവും. ഉത്തരവാദിത്തങ്ങളാകട്ടെ, ദൗത്യങ്ങളാകട്ടെ, അതുപോലെ ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിലുള്ള പങ്കാളിത്തമാകട്ടെ, ഒരുപിടി കാര്യങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഭക്ഷണം പോലെ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ദൈവിക മേഖലകളെ ഏറ്റെടുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കണം. ഒന്നാം പ്രമാണം എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള. ദൈവിക മേഖലകൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി എടുക്കാൻ സുഹൃത്തെ നിനക്ക് സാധിക്കണം. ഇന്ന് നീ വിലയിരുത്തുക, നിനക്ക് അത്രത്തോളം സാധിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടെ വ്യാപരിക്കുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.